സ്മാർട്ട് സ്റ്റാർട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് 7th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷനിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2026 സെപ്റ്റംബർ 2-ാം തീയതി വരെ. PSC വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 30/7/2026 ഗസറ്റ് തീയതി പ്രകാരം വന്ന വിജ്ഞാപനത്തിന്റെ കാറ്റഗറി നമ്പർ 127/2026, 128/2026 രണ്ടാം NCA വിജ്ഞാപനമാണിത്. വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ ആയ എന്ന തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. ഈ തസ്തികയിലേക്കുള്ള സാലറി സ്കെയിൽ പറയുന്നത് 23,000 തൊട്ട് 50,200 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. LCAI കാറ്റഗറിക്കാർക്ക് 127/2026 കാറ്റഗറി നമ്പറിൽ ഇടുക്കി ജില്ലയിൽ ഒരു ഒഴിവും കോഴിക്കോട് ജില്ലയിൽ ഒരു ഒഴിവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ധീവര വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 128/2026 കാറ്റഗറി നമ്പർ പ്രകാരം കണ്ണൂർ ജില്ലയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. LCAI ധീവര സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അതുപോലെ മറ്റ് സമുദായത്തിൽ നിന്നൊക്കെ വരുന്ന അപേക്ഷകൾ റിജക്റ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെയാണ്. അതായത് 2/1/1983-നും 1/1/2008-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പരമാവധി പ്രായപരിധി ഒരു കാരണവശാലും 50 വയസ്സ് കവിയാൻ പാടില്ല എന്ന കാര്യം നോട്ടിഫിക്കേഷനിൽ പരാമർശിക്കുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ പറയുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്നാൽ ബിരുദധാരികളായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല. 7ാം ക്ലാസ്, 10th ക്വാളിഫിക്കേഷൻ, +2 ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നോ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നോ കുട്ടികളുടെ ആയിട്ട് കുറഞ്ഞത് 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. ഈ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത് 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത നേടിയതിനു ശേഷമുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കയ്യിലുണ്ടായിരിക്കേണ്ടത്. അതുപോലെ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതുപോലെ എല്ലാ വകുപ്പുകളിലെയും തസ്തിക സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2026 സെപ്റ്റംബർ 2-ാം തീയതി വരെയാണ്. അപ്പോൾ ഇതുപോലുള്ള PSC ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്താൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.